ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഡ്രാമയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണ പെണ്ണ് ബോഡി ഗാർഡിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. അതായിരുന്നു ഡ്രാമയുടെ തീം. കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ തന്നെ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനെ കുറച്ച് പേര് ചേർന്ന് തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഹീറോയിൻ്റെ പേര് ടീന എന്നാണ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവരെല്ലാം അടിച്ചു തെറിപ്പിച്ച് നമ്മുടെ ഹീറോയിൻ്റെ വായിലൊക്കെ തുണിയൊക്കെ തിരിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റി അവളുടെ കെട്ടൊക്കെ അഴിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര താമസിച്ചെന്ന്. ഹീറോ ആവട്ടെ ക്ഷമിക്കണം മേഡം എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ടീനയുടെ രണ്ടാനമ്മയാവട്ടെ ഹീറോയെ അടിക്കുന്നുണ്ട്. ടീനയുടെ എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഇത്രയും കെയർലെസ് ആയി പെരുമാറിയത് എന്തിനാണെന്ന് ചോദിച്ചാണ് അവർ ഹീറോയെ അടിച്ചത്. എന്നോട് ക്ഷമിക്കണം മേഡം, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടാവില്ല എന്ന് ബോഡി ഗാർഡ് പറയുന്ന സമയത്ത് ഇനി ഇങ്ങനൊരു തെറ്റുണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് അവൻ വിരട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ടീന വന്നിട്ട് ബോഡി ഗാർഡിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം എനിക്ക് എൻഗേജ്മെന്റ് നടക്കാൻ പോവുകയാണ്, ഞാനത് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ, എന്താണ് നിന്റെ ഇഷ്ടമെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. മേഡം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ദേഷ്യം വന്ന ടീനയാവട്ടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അയാളുടെ അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്, ബോസ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ട്രൂ ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മാഫിയ ബോസ് ആണ് നിങ്ങൾ. അത്രയും വലിയൊരു ഗാങ്സ്റ്റർ ആണ്. അത് മാത്രമല്ല കോടീശ്വരനായ ഒരു ബിസിനസ്മാനും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ലവ് ചെയ്യുന്ന പെണ്ണും മറ്റൊരാളെ എൻഗേജ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ട്രൂ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൂടെ എന്ന് അയാൾ സംശയത്തോടെ ചോദിക്കുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പിന്നീട് കാണിക്കുന്നത്. ഹീറോ വലിയൊരു മാഫിയ ബോസ് ആയിരുന്നു. അങ്ങനെ എതിർകക്ഷികളുമായിട്ട് വലിയൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ ഒപ്പമുള്ള ആള് തന്നെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ വയറ്റില് മുറിവേൽക്കുന്നുണ്ട്. ഈ സമയത്ത് മറ്റൊരാള് ഹീറോയെ അവിടെ നിന്ന് സുരക്ഷിതനായിട്ട് പുറത്തേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അയാളോട് ഹീറോ പറയുന്നുണ്ട്, താൻ ഇവിടെ തന്നെ നിന്നോളാം, നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റാളുകളെയൊക്കെ രക്ഷിക്കാൻ നോക്കൂ എന്ന്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിന്റെ തലയ്ക്ക് കോടികൾ വിലയുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ കൊന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും അടുത്ത മാഫിയ ബോസ് എന്ന് പറഞ്ഞ് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹീറോയെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാവട്ടെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് ഒരു ഹാൻഡ് ബാഗ് എറിഞ്ഞ് ആ തോക്ക് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവളാവട്ടെ തൻ്റെ മുടിയിൽ കെട്ടിയിരുന്ന റിബൺ എടുത്ത് അത് അയാളുടെ മുറിവിലേക്ക് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം തൻ്റെ പക്കലുള്ള ഒരു മിഠായി എടുത്ത് അവന് കൊടുക്കുന്നു. അത് കഴിച്ചാൽ അവന് കുറച്ച് ആശ്വാസം തോന്നുന്നു എന്ന് പറയുന്നു. ഹീറോയ്ക്കാവട്ടെ ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് പ്രണയമുണ്ടാവുന്നുണ്ട്. അവൾ അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നു. അതിനുശേഷം ടീനയാവട്ടെ ബോഡി ഗാർഡ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ് ഹീറോ ആവട്ടെ അവളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവാനായി ഒരു ബോഡി ഗാർഡായി അങ്ങോട്ടേക്ക് പോകുന്നു. അയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ടീനയാവട്ടെ അയാളെ ബോഡി ഗാർഡായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആവട്ടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുകയായിരുന്നു. ഈ സമയത്ത് അവളുടെ രണ്ടാനമ്മയുടെ മകള് വന്നിട്ട്, അവളുടെ പേര് സെലീന എന്നാണ്, അവള് പറയുന്നുണ്ട്, നീ അമ്മയില്ലാത്തൊരു പാവം കുട്ടിയാണ്, നിന്നെ വെറും ഒരു പാവയായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്, നിന്നെ പണത്തിന് വേണ്ടി വിൽക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഈ വീട്ടിലെ നിന്റെ സ്ഥാനം ഇതോടെ കഴിഞ്ഞു എന്ന് ഹീറോയിൻ്റെ അടുത്ത് സെലീന പറയുന്നുണ്ട്. ഈ സമയത്ത് ടീനയാവട്ടെ പറയുന്നുണ്ട്, നിനക്ക് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല, നീ എൻ്റെ അമ്മയുടെ മുറിയിലാണ് കിടക്കുന്നത്, അതുമാത്രമല്ല എൻ്റെ അമ്മയുടെ പണത്തിലാണ് നീയും നിന്റെ അമ്മയും പിച്ചക്കാരെ പോലെ ഇവിടെ താമസിക്കുന്നേ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് സെലീനയാവട്ടെ ദേഷ്യം വന്ന് ഹീറോയിൻ്റെ ഡ്രസ്സ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാവട്ടെ വളരെ ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിനക്ക് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ നശിപ്പിക്കാൻ തോന്നിയത്? സെലീനയാവട്ടെ ദേഷ്യം വന്ന് ടീനയെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ കൈ തടഞ്ഞിട്ട്, എന്തിനാണ് മേഡത്തിന്റെ ഡ്രസ്സ് നശിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ അവളുടെ ഡ്രസ്സ് നശിപ്പിച്ചു, ഇപ്പോൾ ഒരു ബോഡി ഗാർഡായ നിന്നോട് ഞാൻ മറുപടി പറയണോ എന്നൊക്കെ സെലീന ദേഷ്യത്തോടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സെലീന പറയുന്നുണ്ട്, ടീന നിന്റെ നായെ നീ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം, അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുകയാണ്. ഈ സമയത്ത് അവളുടെ കൈ ഹീറോ വിടുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കൈ നല്ലപോലെ വേദനിച്ചിട്ടുണ്ടായിരുന്നു. അവൻ മനഃപൂർവ്വം വേദനിപ്പിച്ചതാണ്.
ഇനിയും അനുവാദമില്ലാതെ എന്റെ മുറിയിലേക്ക് വന്നാൽ എന്റെ ചെറിയ പ്രാണി നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോടി എന്ന് നമ്മുടെ ടീന അവളോട് പറയുന്നുണ്ട്. സെലീനെ ആവട്ടെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ആവട്ടെ ഹീറോയിന്റെ ഡ്രസ്സൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ ഹീറോ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് അവള് അവന്റെ കൂടെ ചോദിക്കുന്നുണ്ട് അവളുടെ ഫിയാൻസി, അതായത് ജെയ്സൺ എന്നാണ് അയാളുടെ പേര്, അയാള് അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവന്റെ പ്രതികരണം എന്ന്. ശരിക്കും അവൾക്ക് എന്തുത്തരമാണ് വേണ്ടതെന്ന് അവന് നല്ല പോലെ അറിയാമായിരുന്നു. എന്നിരുന്നാലും അവനാവട്ടെ ഒരു ബോഡി ഗാർഡായി ഇരുന്നു കൊണ്ട് തന്നെ അവൾക്ക് വേദനകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അവളെ സംരക്ഷിക്കുമെന്ന് അവൻ പറയുന്നു. ഈ സമയത്ത് അവളാവട്ടെ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദേഷിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം എൻഗേജ്മെന്റ് സെറിമണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ പ്രസ്തുത വരൻ ജെയ്സൺ ആവട്ടെ എൻഗേജ്മെന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടീനയുടെ ഊഴമായിരുന്നു. പക്ഷെ അവൾക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് കൈ വേദനിക്കുന്നു, സൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല എന്നൊക്കെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം തന്റെ ബോഡി ഗാർഡ് ഇത് തനിക്ക് വേണ്ടി സൈൻ ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേട്ട് വേദിയിലുണ്ടായിരുന്ന എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ബോഡി ഗാർഡ് അല്ല സൈൻ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെയാണ് ഇതിൽ സൈൻ ചെയ്യേണ്ടതെന്ന് പ്രതിശ്രുത വരന്റെ അച്ഛൻ പറയുന്നു. നിങ്ങളുടെ പെൺകുട്ടിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തോന്നുന്നല്ലോ, അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ എൻഗേജ്മെന്റ് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അവളുടെ രണ്ടാനമ്മ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് കല്യാണത്തിന് താല്പര്യമൊക്കെ ഉണ്ട്, അവള് കൊച്ചു പെൺകുട്ടിയല്ലേ, അവള് ചെറിയൊരു കളിതമാശ കളിച്ചതാണെന്ന് പറയുന്നു. അതിനുശേഷം രണ്ടാനമ്മ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ടീന നീ കളിക്കില്ലേ, മര്യാദയ്ക്ക് അതിൽ ഒപ്പിട്, അല്ലാന്നുണ്ടെങ്കിൽ ടാവോ ഗ്രൂപ്പ് മുഴുവൻ മുങ്ങിത്താഴുമെന്ന് പറയുന്നു. ഇത് കേട്ടെ അവളാവട്ടെ ഹീറോയുടെ മുഖത്തൊന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് അതിലേക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ ഫിയാൻസി ആവട്ടെ അവളുടെ കൈയും പിടിച്ച് നടന്നു വരികയായിരുന്നു. എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് വളരെ വലുതാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കല്യാണം നടക്കാൻ പോവുകയല്ലേ, അതിനപ്പുറം നീ ശരിക്കുമുള്ള എന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുമെന്ന് പറയുന്നു. ടീനയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ലായിരുന്നു. അവൾക്ക് ഹീറോയോട് മാത്രമായിരുന്നു ഫീലിങ്സ് ഉണ്ടായിരുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ ഹീറോ ആവട്ടെ കാറും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. അവളാണെങ്കിൽ ഫിയാൻസി ഒന്ന് നോക്കുപോലും ചെയ്യാതെ കാറിലേക്ക് കയറുന്നു. ഈ സമയത്ത് അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഫിയാൻസി പറയുന്നുണ്ടെങ്കിലും ഹീറോ ഉടനടി അയാളെ തടയുന്നുണ്ട്. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട്, നീ വെറും ഒരു ബോഡി ഗാർഡ് അല്ലേ, നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയും ഹീറോയിനും കൂടി ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. ഈ സമയത്ത് അവളാവട്ടെ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് നല്ല പോലെ അറിയാം, അതുപോലെ നിനക്കും എന്നോട് ഫീലിങ്സ് ഉണ്ട്, പിന്നെ എന്നിട്ട് നീ എൻഗേജ്മെന്റ് എന്തുകൊണ്ടാണ് തടയാത്തതെന്ന് അവനോട് ചോദിക്കുന്നു. അതിനുശേഷം അവള് പറയുന്നുണ്ട്, നീ ഇന്ന് രാത്രി എന്റെ ഉടൊപ്പം കിടക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, മേഡം നിങ്ങൾ ഇന്ന് ഒരുപാട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന്. ഓ നിന്നോട് ഫ്ലർട്ട് ചെയ്യാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് മാറുന്നുണ്ട്. അതിനുശേഷം വെഡിങ് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ടീന അവിടെ അവളുടെ വെഡിങ് ഡ്രസ് ഒക്കെ ഇട്ട് നോക്കുകയായിരുന്നു. ഈ സമയത്ത് അവളുടെ രണ്ടാനമ്മയുടെ മകള് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ച് വീട്ടിന് വെളിയിലേക്ക് പോകാൻ. അവളുടെ രണ്ടാനമ്മ ഈ ഡ്രസ്സ് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് വളരെ നന്നായിട്ടുണ്ട്, ഈ ഡ്രസ്സ് തന്നെ എടുത്താൽ മതിയെന്ന്. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് കല്യാണത്തിനിടാനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് ഹീറോയിന്റെ അടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയുന്നു. കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഹീറോയിനാവട്ടെ അവർ പോയതിനു ശേഷം തന്റെ തലയിലുള്ള വെയിലൊക്കെ ദേഷ്യത്തോടെ താഴേക്ക് എറിയുന്നു. ഈ സമയത്ത് അവൾ ഒരുപാട് നേരമായി ഹീൽസ് ഇട്ടുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഒരു സാധാരണ ഷൂ അവൾക്ക് വേണ്ടിയിട്ട് കാലിൽ ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഹീറോ. അവള് അവന്റെ കൂടെ ചോദിക്കുന്നുണ്ട്, ഈ ഡ്രസ്സ് അവൾക്ക് എങ്ങനെയുണ്ടെന്ന്. അവളെ ഈ വേഷത്തിൽ കാണാൻ വളരെ നന്നായിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, കുറച്ചും കൂടി അടുത്ത് വന്ന് നോക്കിയിട്ട് പറയാൻ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് നിന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സമയത്ത് അവൾ ആവട്ടെ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയം കൺട്രോൾ പോയ ഹീറോയുമായിട്ട് അവളെ കിസ് ചെയ്യുന്നു. അതിനുശേഷം അവൾ അവന്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, നാളെ അവളുടെ കല്യാണമാണ്, നീ തന്നിരിക്കുന്ന ഈ ഷൂവും ഇട്ടുകൊണ്ട് നാളെ വന്നാൽ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകാമോ എന്ന് ചോദിക്കുന്നു. അവനൊന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് അവളുടെ രണ്ടാനമ്മയും മകളും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നു. നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും അതുകൊണ്ട് ഇത് മാറ്റാനേ തോന്നുന്നില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് രണ്ടാനമ്മയാവട്ടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട്, നാളെ അവൾ മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവുകയാണ്, നീയും അവളും തമ്മിലുള്ള ബന്ധത്തെ മറ്റൊരു രീതിയിൽ മറ്റുള്ള ആൾക്കാർ കാണരുതെന്ന് പറയുന്നു. അതുമാത്രമല്ല അവളുടെ അടുത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് വാൺ ചെയ്തിട്ട് തന്നെ അവരവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് ഓടി വന്നിട്ട്, ബോസ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൾ മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവുകയാണ്, ഇവിടെ നിന്ന് സമയം കളയല്ലേ, അല്ലെങ്കിൽ അവരവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് ഉടനെ പോകുമെന്ന് അയാൾ പറയുന്നു. ഈ സമയത്ത് ഹീറോ വളരെ ശാന്തമായി തന്നെ പറയുന്നുണ്ട്, എന്റെ ലോകം വളരെ ഇരുട്ടാണ്, അവൾ ഒരിക്കലും അങ്ങനെയൊരു ലോകം ഡിസേർവ് ചെയ്യുന്നില്ല.
ടീനയുടെ ജീവിതം നല്ല വെളിച്ചമുള്ളതും സന്തോഷപൂരിതവുമായിരിക്കണം. അവൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം അപകടത്തിലാവുകയുള്ളൂ. ജെയ്സണുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവൾ സേഫ് ആയിട്ടെങ്കിലും ഇരിക്കുമല്ലോ എന്ന് ഫീൽ ചെയ്തുകൊണ്ട് ഹീറോ പറയുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, അത് ഇത്ര ഉറപ്പിക്കാൻ എങ്ങനെ പറ്റും? അയാൾ നന്നായി നോക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെ എക്കാലവും ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ബോഡി ഗാർഡായിട്ട് ഇരിക്കാനാണോ തീരുമാനം എന്നൊക്കെ അസിസ്റ്റന്റ് കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട്. ടീന മറ്റൊരാളുമായി വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ ഹീറോ ആവട്ടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹീറോയിൻ അവിടെ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത് അവളുടെ ഒരു ബ്രേസ്ലെറ്റ് അവിടെ ഉപേക്ഷിച്ചിരുന്നു. ഈ സമയത്ത് കണ്ണാടിയിൽ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പോകാനായി അവളൊരു പ്ലാൻ വരച്ചു വെച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് കല്യാണം നടക്കുന്നിടത്തുനിന്ന് അവളെ എസ്കേപ്പ് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നുവെന്ന്. ഹീറോ ആവട്ടെ ഉടനടി തന്നെ അവളെ കാണാനായി പോകുന്നുണ്ട്. ടീനയുടെ ഫിയാൻസി ജെയ്സൺ ആവട്ടെ അവനെ അടിക്കാൻ കുറെ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. ടീനയോടൊപ്പം എപ്പോഴും ഹീറോ ഇങ്ങനെ നടക്കുന്നത് ജെയ്സൺ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ടീനയാണ് കാണിക്കുന്നത്. അവള് കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവളുടെ ബ്യൂട്ടീഷ്യൻ പറയുന്നുണ്ട്, വളരെ ഭംഗിയുണ്ട് നിന്നെ കാണാൻ. 1 മണിക്കൂറിനുള്ളിൽ കല്യാണം നടക്കാൻ പോവുകയല്ലേ, നീ എന്താ നെർവസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു. അതെ, ഞാൻ വളരെ നെർവസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഹീറോയെ വെയിറ്റ് ചെയ്യുന്ന പോലെ കതവിനടുത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയെയാണ് കാണിക്കുന്നത്. ഹീറോ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയ്ക്ക് നല്ലപോലെ അടിയേൽക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് സമയത്ത് ഹീറോയുടെ ആളുകൾ വന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് അയാളോട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നു. എന്നാൽ അയാളാവട്ടെ ഇപ്പോൾ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടീനയെ കാണാനായി കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവിടെ ചെന്നപ്പോൾ കല്യാണത്തിന്റെ ചടങ്ങുകൾ പകുതിയോളം കഴിഞ്ഞിരുന്നു. അവള് ഓടിയൊന്നും പോയിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് ഹീറോ ആവട്ടെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ തിരിഞ്ഞു പോകുന്നത് ടീന കാണുന്നുണ്ട്. ഈ സമയത്ത് അവൾ ആവട്ടെ ഓടി അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. നീ വരത്തില്ലെന്നാണ് കരുതിയെന്ന് അവനോട് പറയുന്നു. അതിനുശേഷം എവിടെ നിന്നാണ് ഇത്രയും അധികം അടി കിട്ടിയതെന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഇത് ചെറിയ ചെറിയ മുറിവുകളാണെന്ന് പറയുന്നു. അതിനുശേഷം അവളോട് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവളുടെ ഫിയാൻസിയായ ജെയ്സൺ ആവട്ടെ അവരെ പുറകെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവരവട്ടെ ഹീറോയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്ത് പറ്റി, നിനക്ക് ഒരു മയക്കം വരുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോണോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഇത് ചെറിയൊരു മുറിവല്ലേ, അത് ഫസ്റ്റ് എയ്ഡ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു. അവൾ ആവട്ടെ അവന്റെ മുറിവില് മെഡിസിൻ ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആ വീടിന് ചുറ്റുമൊന്ന് നോക്കുന്നുണ്ട്. നീ കൊള്ളാലോ, സിറ്റിയിലെ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു വീടോ, ഇങ്ങനെ ബോഡി ഗാർഡായി വർക്ക് ചെയ്ത് നീ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ എന്ന് അവള് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലായത് അസിസ്റ്റന്റിനെ കൊണ്ട് ബോഡി ഗാർഡിന്റെ നിലയ്ക്കും വിലയ്ക്കുള്ള ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടിരുന്നാൽ മതിയായിരുന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എല്ലാത്തിനും നിങ്ങളോടാണ് നന്ദി പറയേണ്ടതെന്ന്. ഈ സമയത്ത് അവളാവട്ടെ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ജോലിയൊക്കെ നിർത്തണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ മണ്ട, ഞാൻ തന്നെ നിന്നെ നന്നായി നോക്കിക്കോളാം എന്ന് പറയുന്നു. ഈ സമയത്ത് അവൻ ശരി വെച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് അവരിടയിൽ കുറച്ച് റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവട്ടെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ രണ്ടാനമ്മയും മകളെയും അതുപോലെ തന്നെ ടീനയെ വിവാഹം കഴിക്കാനിരുന്ന ജെയ്സണും അയാളുടെ അച്ഛനും അമ്മയൊക്കെയാണ് കാണിക്കുന്നത്. ജെയ്സന്റെ അച്ഛനാവട്ടെ, നിങ്ങൾ നല്ലപോലെ തന്നെയാണ് നിങ്ങളെ മകളെ വളർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ, കല്യാണ ദിവസം തന്നെ അവള് വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല അവരുമായിട്ട് കരാറിൽ ഒപ്പിടേണ്ടിയിരുന്ന കുറേ പ്രോജക്റ്റുകളും ഇൻവെസ്റ്റ്മെന്റും അയാൾ ഈ ദേഷ്യത്തോടെ റദ്ദാക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഷാവോ ഗ്രൂപ്പ് ആവട്ടെ ഒരുപാട് ബാധ്യതകളിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഹീറോയിന്റെ രണ്ടാനമ്മയും അതുപോലെ തന്നെ അവളുടെ സഹോദരിയുമൊക്കെ ആ കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് നഷ്ടം വന്നിരിക്കുകയായിരുന്നു. ശരിക്കും ആ കമ്പനി ഹീറോയിന്റെ അമ്മയുടെയാണ്. ഈ സമയത്ത് ഹീറോയിൻ അവളുടെ അമ്മയുടെ ഫോട്ടോ ഒക്കെ ഫോണിൽ നോക്കിയിരുന്ന് കരയുകയായിരുന്നു. ഈ സമയത്ത് എന്താണ് കാര്യമെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അവള് പറയുന്നുണ്ട്, അമ്മയായിട്ട് തുടങ്ങി വെച്ച കമ്പനിയാണ്, അതൊരിക്കലും നഷ്ടപ്പെടുത്തണമെന്ന് താൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ രണ്ടാനമ്മയും മകളും അട്ട ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ് കമ്പനിയിൽ കടന്നുകൂടിയിരിക്കുന്നത്. ഒരിക്കൽ അവളുടെ വീട്ടിൽ നിന്നും അതുപോലെ കമ്പനിയിൽ നിന്നും അവരെ അടിച്ച് പുറത്താക്കുമെന്ന് അവള് ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. അവളുടെ കൂടെ അവൻ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവളോടൊപ്പം കാണുമെന്നും എപ്പോഴും അവൾ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നല്ലൊരു ലോയൽ ആയിട്ടുള്ള ബോഡി ഗാർഡ് ആയിരിക്കുമെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് എന്നോടൊപ്പം ഉറങ്ങുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ അവിടെ, നീ ഇന്ന് മാസ്റ്റർ ബെഡ്റൂമിലും ഞാൻ ഗസ്റ്റ് റൂമിലും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഹീറോ ആവട്ടെ ടീനയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മയുടെ കമ്പനിയിൽ $1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്.
രണ്ടാനമ്മയും മകളും ഇതോടൊപ്പം തന്നെ ഹീറോയുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്തിനാണ് ലോർ ഗ്രൂപ്പ് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതെന്ന് സെലീന സംശയത്തോടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. ലോർ എന്നാണ് നമ്മുടെ ഹീറോയുടെ യഥാർത്ഥ പേര്. ഈ സമയത്ത് ടീനയുടെ രണ്ടാനമ്മ പറയുന്നുണ്ട്, മിസ്റ്റർ ലോയർ ഇപ്പോഴാണ് ഈ ഹോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഇത് ചെറിയ സമയം കൊണ്ട് തന്നെ അത് വലിയൊരു ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയി മാറിയിട്ടുണ്ട്. ടീനയുടെ ഫിയാൻസി ആയിരുന്ന ജെയ്സന്റെ കമ്പനി പോലും ലോർ ഗ്രൂപ്പിന്റെ 7 അയലത്തെത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു അവസരമാണ് ഒത്തുകിട്ടിയിരിക്കുന്നത്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്. ഈ സമയം സെലീന സംശയത്തോടെ പറയുന്നുണ്ട്, ചിലപ്പോൾ എന്റെ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ലോർ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തന്നിരിക്കുന്നേന്ന്. അത് എന്തു തന്നെയായാലും കുഴപ്പമില്ല, നീ ഇത് നോക്ക്. നെക്സ്റ്റ് വീക്ക് മൂൺലൈറ്റ് ഫാഷൻ ഷോ നടക്കാൻ പോവുകയാണ്. ഇത് അതിന്റെ ഇൻവിറ്റേഷൻ ആണ്. മിസ്റ്റർ ലോറും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എന്തായാലും വരും. ഈ സമയത്ത് നീ അയാളുമായി കൂടുതൽ അടുത്തിടപഴകാൻ ശ്രമിക്കണം. അയാളുടെ കൂടെ കൂടുതൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്ന് അമ്മ അവളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ടീനയ്ക്കും മൂൺലൈറ്റ് ഫാഷൻ ഷോയുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരുന്നുണ്ട്. തീർച്ചയായും ഈ ഫാഷൻ ഷോ അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു പെൺകുട്ടി അവളോട് പറയുന്നുണ്ട്. എന്തിനാണ് മിസ്റ്റർ ലോറ് സെലീന ഗ്രൂപ്പിന് വേണ്ടി ഷാവോ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്? അയാൾക്ക് തീരെ ബുദ്ധിയില്ലെന്ന് തോന്നുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, അത് അവൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, തീർച്ചയായും സെലീനയ്ക്ക് വേണ്ടിയിട്ടല്ല, കമ്പനിയായിരിക്കും അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഹീറോ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അടുത്ത് നിന്ന് പെൺകുട്ടിയും പറയുന്നുണ്ട്, സെലീനയല്ല നിങ്ങളുടെ ഡിസൈനെയാണ് മിസ്റ്റർ ലോയർ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. മിസ്റ്റർ ലോയറുമായി ഒരു പാർട്ട്ണർഷിപ്പിൽ എത്തിപ്പെട്ടാൽ തീർച്ചയായും കമ്പനിക്കും നിങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അറ്റൻഡ് ചെയ്ത് കളയാമെന്ന് അവളും വിചാരിക്കുന്നുണ്ട്. ടീന വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ ഫിയാൻസി ആയിരുന്ന ജെയ്സൺ ആവട്ടെ അവളെ ഫോളോ ചെയ്ത് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഹീറോ വന്ന് അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് വെളി പോടാന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഈ സമയത്ത് ടീന പറയുന്നുണ്ട്, ഇനി മേലാൽ എന്റെ വീടിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുത്, ഇനി വന്നാൽ എന്റെ നായ നിന്നെ കടിച്ചു കയറി കളയുമെന്ന്. എന്നെയൊന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ജെയ്സൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയെ അടിക്കാനായി കുറെ അധികം ആളുകളുമായിട്ടാണ് ഹീറോയുടെ അടുത്തേക്ക് അയാൾ വരുന്നത്. അതിനുശേഷം അയാൾ അവിടെ തന്റെ പക്കലുള്ള $10 മില്യൺ ഒരു ചെക്ക് അവന്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് ഹീറോയിനെ ഉപേക്ഷിച്ച് പോകാൻ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ആ ചെക്ക് വലിച്ചു കയറി കളയുന്നുണ്ട്. നീ നേരെ ചൊവ്വേ പറഞ്ഞ കേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് ആളുകളെ അയക്കുന്നുണ്ട് ജെയ്സൺ. ഹീറോ ആവട്ടെ ഈസി ആയിട്ട് തന്നെ അവരെല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ജെയ്സന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഇത് നിന്റെ അവസാനത്തെ വാണിംഗ് ആണ്, ഇനി ഒരിക്കൽ പോലും നിന്റെ നിഴല് പോലും ഹീറോയിന്റെ അടുത്ത് കാണരുതെന്ന് പറയുന്നു. ടീന ഈ സമയത്ത് അവിടെ വന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അവരൊക്കെ എന്നെ അടിക്കാൻ വന്നിരിക്കുകയാണെന്ന് ഹീറോ അവളുടെ പുറകിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ അവരെ ഒന്ന് നോക്കിയിട്ട് ഇവരെയൊക്കെ കണ്ടിട്ട് നീയാണല്ലോ അവരെ അടിച്ചൊതുക്കിയതെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തി ടീനയും ഹീറോയും ആവട്ടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീന അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിനക്കറിയാലോ എനിക്ക് കള്ളം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ. അതിനുശേഷം ഇന്നും നമ്മൾ 2 മുറിയിലാണോ ഉറങ്ങാൻ പോണേന്ന് ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിൽ അവനോട് ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടുന്നു. ടീനയാവട്ടെ അടുത്ത ദിവസം തനിക്ക് സ്വന്തമായിട്ടൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പാർട്ടിയും അറേഞ്ച് ചെയ്തിരുന്നു. ഈ സമയത്ത് സെലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിന്നെ ഇൻവൈറ്റ് പോലും ചെയ്തിട്ടില്ല, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ഹീറോയിൻ അവളോട് ചോദിക്കുന്നു. മിസ്റ്റർ ലോയർ എന്റെ ഡിസൈൻസിന് $1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. നീ ആവട്ടെ ഒരു ചെറിയ കടയാണ് തുറന്നിരിക്കുന്നത്. നിന്റെ കടയിലേക്ക് ഞാൻ വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നീ കരുതണമെന്ന് അവളോട് പറയുന്നുണ്ട്. നിന്നെയൊക്കെ ഇൻവൈറ്റ് ചെയ്താൽ എന്റെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ മുൻപോട്ട് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് അവൾ ആവട്ടെ അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ടീനയെ. കറക്റ്റായിട്ട് ഹീറോ അവളുടെ മുൻപിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ മേലിലെണ്ണം കൈ വെച്ചാൽ നിന്റെ കൈ വെട്ടുമെന്ന്. ആഫ്റ്റർ ഓൾ നീ വെറും ഒരു ബോഡി ഗാർഡാണ്, ഞാനോ $1 മില്യൺ വരെ കൈകാര്യം ചെയ്യുന്നവളാണ്. എന്നെ കൊണ്ട് നിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണണോ എന്ന് ദേഷ്യത്തോട് അവൾ ചോദിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ വന്നിട്ട്, മിസ്റ്റർ ലോർക്ക് നിങ്ങളുടെ ഓർഡർ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നു. ലോർക്ക് എന്ന പേര് കേട്ടപ്പോൾ അവൾ വല്ലാതെ ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു. അത് അവളുടെ കടയുടെ ഗ്രാൻഡ് ഓപ്പണിങ്ങിന് ഹീറോ കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു. ലോർക്കിന്റെ പേര് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, പക്ഷേ അയാളുടെ സ്റ്റാൻഡേർഡിന് ആ പേര് നിനക്ക് ഒട്ടും ചേരുന്നതല്ല എന്ന് അവള് ആക്ഷേപത്തോടെ പറയുന്നുണ്ട്. വില കുറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള ഡയമണ്ട് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണെന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് ആവട്ടെ അവളോട് പറയുന്നുണ്ട്, ആ പിങ്ക് ഡയമണ്ട് വില എത്രയാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അസിസ്റ്റന്റ് വായടപ്പിക്കുന്നു. അതിനുശേഷം സെലീന ടീനയോട് പറയുന്നുണ്ട്, നീ വെറും ഒരു വില കുറഞ്ഞ ബോഡി ഗാർഡിന്റെ ഒപ്പമല്ലേ ജീവിക്കുന്നേ, നീ ഇനി എന്തെങ്കിലും ഒരു വാക്ക് അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നാക്കരിയുമെന്ന് തന്നെ ടീന ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
ഇത് കേട്ട് അസിസ്റ്റന്റ് ആവട്ടെ മറ്റംഗങ്ങളോട് പറയുന്നുണ്ട് ബോസിന് പറ്റിയ കറക്റ്റായ ആള് തന്നെയാണ് അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന്. സെലീന പറയുന്നുണ്ട് ഞാൻ നിന്നോട് വഴക്കിനൊന്നും വന്നേല്ല, നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ, നിന്റെ ഫിയാൻസിയോടും അയാളുടെ അച്ഛനോടും നീ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് അവളെ എവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൾ ആവട്ടെ ഒരു ഗ്ലാസ് വൈൻ എടുത്ത് സെലീനയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇടത്തിലുള്ള ആളുകളെ എല്ലാം അടിച്ചോടിക്കാനായിട്ട് ബോഡി ഗാർഡ്സിനോട് സെലീന ഓർഡർ ചെയ്യുന്നുണ്ട്. എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോ മുൻപിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അവൾക്ക് തടഞ്ഞാൽ നല്ല അടി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവള് നിന്നെയൊക്കെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഗ്രാൻഡ് ഓപ്പണിംഗ് ഫംഗ്ഷന്റെ പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടീനെ ആവട്ടെ ഒരുപാട് കുടിച്ചിട്ട് ഹീറോയുടെ ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഹീറോയുടെ കൂടെ ഉള്ളവരായിട്ട് ബോസ് ഇതിനു മുമ്പ് ഇത്രയും സന്തോഷവാനായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവരും സന്തോഷിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ടീനെ റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ആയിട്ട് അവര് കിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്തിനാ ഇത്ര പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയെന്ന് അവള് ഹീറോയോട് ചോദിക്കുന്നുണ്ട്. മേഡം ഇപ്പൊ ഇതിനുള്ള കറക്റ്റ് സമയമല്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഓ ഇപ്പോഴും നീ ഇങ്ങനെ തന്നെയാണോ എന്ന് പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ശരി, നിന്നെ ഇപ്പോഴും വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ അവളുടെ ബോധവും പോകുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയുടെ ഓഫീസിലേക്ക് അസിസ്റ്റന്റ് വന്നിട്ട് മൂൺലൈറ്റ് ഫാഷൻ ഷോയ്ക്കുള്ള എല്ലാ പ്രിപ്പറേഷനും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാൻ ഹീറോയോട് പറയുന്നുണ്ട്. ഈ സമയത്ത് വളരെ ടയേർഡായിരിക്കുന്ന ഹീറോയെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബോസ് തലേന്ന് രാത്രിയിലെ ടീന മേഡം നിങ്ങളെ ഉറങ്ങാൻ വിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് തമാശയോടെ അയാൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്റെ ട്രൂ ഐഡന്റിറ്റി എപ്പോഴവൾ മനസ്സിലാക്കി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ മാത്രമേ അങ്ങനെയൊന്നും ഉണ്ടാവൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളെ ഞാൻ ചതിക്കുന്നതിന് തുല്യമാണെന്നും ഹീറോ കൂട്ടിച്ചേർക്കുന്നു. എങ്കിൽ പിന്നെ വെച്ച് താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങളാണ് മിസ്റ്റർ ലോർക്ക് എന്ന സത്യം ടീന മേഡത്തിനോട് പറയാൻ അസിസ്റ്റന്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഇപ്പോഴും സമയമായിട്ടില്ല. ടീന ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുകയും അതുപോലെ സ്ട്രോങ് ആവുകയും വേണം. അവളുടെ ബാക്ക് ബോൺ ആയി ഇരുന്നു കൊണ്ട് തന്നെ അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ എന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ സഹായിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐഡന്റിറ്റി മറച്ചു വെക്കുന്നതാണ് നല്ലത്. അടുത്ത ദിവസം മൂൺലൈറ്റ് ഫാഷൻ ഷോ നടക്കുന്ന ഓഡിറ്റോറിയമാണ് കാണിക്കുന്നത്. എന്നെ കൊണ്ട് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. $1 മില്യൺ ഷാവോ ഗ്രൂപ്പിന് വേണ്ടി മിസ്റ്റർ ലോറ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനിയിൽ യഥാർത്ഥത്തിൽ അവകാശമുള്ളത് ടീനയ്ക്ക് മാത്രമാണ്. എന്നാൽ അവളാവട്ടെ ഒരു ബോഡി ഗാർഡുമായി ഒളിച്ചോടി പോയിരിക്കുകയാണെന്ന് ഓരോരുത്തർ അടക്കം പറയുന്നു. സെലീനയും അമ്മയും കൂടി ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവിടെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ അവളുടെ ഡിസൈൻ കൈമാറിയിട്ട് ഇത് മിസ്റ്റർ ലോർക്കിന് ഞാൻ പേഴ്സണലായിട്ട് കൊടുക്കുന്നതാന്ന് പറഞ്ഞ് കൈമാറുന്നുണ്ട്. അതിനുശേഷം ഒരു ഗിഫ്റ്റും അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളൊന്നും ലോർക്കിന് ഇഷ്ടമല്ല, കഴിവ് മാത്രമേ അദ്ദേഹം നോക്കൂ എന്ന് മുഖത്തടിച്ച കണക്ക് അവിടെ നിൽക്കുന്ന അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അവള് തിരിച്ച് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അവള് സൈലന്റ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. മിസ്റ്റർ ലോയർ തന്റെ കൈപ്പിടിയിലായി കഴിഞ്ഞാൽ ഇവരൊക്കെ തന്റെ കാൽ ചോട്ടിൽ വരുമെന്ന്. ഈ സമയം വളരെയധികം സുന്ദരിയായി ഹീറോയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. നല്ല സ്റ്റണ്ണിങ് ആയിട്ടാണ് അവർ നടന്നു വരുന്നത്. അവരുടെ നടത്തം കണ്ടിട്ട് തന്നെ മറ്റുള്ളവരൊക്കെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് പരിഭ്രാന്തിയിലാവുന്നുണ്ട്. ടെൻഷനൊന്നും ആവണ്ട എന്നുള്ള രീതിക്ക് ഹീറോ അയാളെ കണ്ണ് കാണിക്കുന്നുണ്ട്. ടീന ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ കണ്ട ഉടനെ തന്നെ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് നെർവസ് ആവുന്നേന്ന്. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മുഖം കണ്ടിട്ട് ഭയമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ നീ വളരെ ഹാൻസം ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയെന്ന് അവള് പറയുന്നുണ്ട്. ഈ സമയത്ത് ടീനയെ കണ്ട സെലീനയാവട്ടെ ഇവളെന്താണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഇവളെയൊക്കെ ഇപ്പൊ തന്നെ ഹാളിന് വെളിയിലാക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവള് ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് അവളുടെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. ഓ ശരി, നിനക്കും ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടോ? നിനക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ബോഡി ഗാർഡിനെ ഹൈ സൊസൈറ്റി പാർട്ടിയിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടു കിടക്കുമെന്ന് ചോദിച്ച് അവളെ പരിഹസിക്കുന്നുണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഹീറോയിനാവട്ടെ ഞങ്ങളെ മിസ്റ്റർ ലോർക്ക് പേഴ്സണലായിട്ട് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു. ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നീ വന്നെന്നിരിക്കട്ടെ, പക്ഷേ ഈ ബോഡി ഗാർഡിന് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയുടെ അസിസ്റ്റന്റിനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല, എനിക്കും കുറച്ച് ജോലിയുണ്ട്, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ നിനക്കൊരു പ്രശ്നവും കൂടാതെ ഞാൻ നോക്കിക്കോളാമെന്ന് ഹീറോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്തേക്ക് പോയ ഹീറോയുടെ അടുത്ത് VIP സൂട്ട് റെഡി ആയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ മുറിയിലേക്ക് അയാൾ പോകുന്നുണ്ട്. ഫാഷൻ ഷോ കഴിയാറായിരിക്കുന്നു, എന്നിട്ട് മിസ്റ്റർ ലോർക്ക് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അവിടെ ഇരിക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയം മൊത്തം ഹീറോയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എവിടെയാണ്
എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്താണെങ്കിൽ അയാളുടെ അസിസ്റ്റന്റ് വന്നിട്ട് ലോർക്ക് എല്ലാവരുടെയും ഡിസൈൻസ് നോക്കിയിട്ടുണ്ട്, അതിലുള്ള വിജയെ ഉടനടി തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ടീനയുടെ രണ്ടാനമ്മയുടെ മകളാവട്ടെ അവളായിരിക്കും വിന്നർ എന്നുള്ള രീതിയിൽ ഭയങ്കര ജാടയിൽ ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ നിന്നെ തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കി, എന്തൊരു ഡ്രസ്സാ നീ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്, ഒരു ബോഡി ഗാർഡിന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്, അവന് കാശ് കൊടുത്ത് നീ ഒരു പിച്ചക്കാരിയാവൂ എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നു. അതിന് മറുപടി എന്നോണം ടീന പറയുന്നുണ്ട്, നീ ധരിച്ചിരിക്കുന്ന ഡിസൈനർ ഡ്രസ്സ് പോലും എന്റെ അമ്മയുടെ പൈസക്കുള്ളതാണ്, അത് മനസ്സിലാക്കാതെ നീ സംസാരിക്കരുതെന്ന് പറയുന്നു. നിന്റെ അമ്മയുടെ പിച്ചക്കാശൊന്നും എനിക്ക് വേണ്ട, മിസ്റ്റർ ലോർ എനിക്ക് $1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് വായടച്ചിരുന്നു എന്ന് അവൾ പറയുന്നു. ചിലർക്ക് സ്റ്റാറ്റസും ഇല്ല പൈസയും ഇല്ല, ഒരു ലോ ക്ലാസ് ബോഡി ഗാർഡിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ നീയാണോ എൻ്റെ കൂടെ സംസാരിക്കുന്നത് എന്നൊക്കെ അവളെ താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഈ സമയം അവളുടെ രണ്ടാനമ്മയും മോശമായി അവളോട് സംസാരിക്കുന്നു. അവൾക്ക് സഹിക്കവേദ അവരെ കാരണത്തൊന്ന് കൊടുക്കുന്നുണ്ട്. ഹീറോയെ കുറിച്ച് ആര് മോശമായി ശ്രമിച്ചാലും അവരോടൊക്കെയുള്ള തന്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കുമെന്ന് അവൾ പറയുന്നു. ഈ സമയം ജെയ്സന്റെ അച്ഛൻ വന്നിട്ട് നീ കാരണം കുടുംബത്തിന് നാണക്കേടുണ്ടായിരിക്കുകയാണ്, അതിന്റെ കൂടെ നീ ഇവിടെയും സീൻ ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് അവളെ ബോഡി ഗാർഡ്സിനെ കൊണ്ട് മുട്ടുകുത്തി താഴേക്ക് ഇരുത്തിയിട്ട് സോറി പറയാൻ പറയുന്നു. ഇനി നിന്റെ ഡിസൈനാണ് മിസ്റ്റർ ലോർക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കണ്ണ് കാണില്ല എന്നാണ് അതിനർത്ഥം, നീ എന്റെ അമ്മയുടെ ഡിസൈൻസ് ഒക്കെ കോപ്പി അടിച്ചാണ് കൊടുത്തിരിക്കുന്നതെന്ന് അവള് പറയുന്നുണ്ട്. എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് സെലീനെ അവളെ അടിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഈ ഡ്രാമയൊക്കെ നിർത്തുമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആരുടെ ദേഹത്താണ് നിങ്ങളിപ്പോൾ കൈവെക്കാൻ ശ്രമിച്ചതെന്നറിയാമോ, മിസ്റ്റർ ലോർക്ക് പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് ആണിത് എന്ന് പറഞ്ഞിട്ട്, മേഡം നിങ്ങളുടെ ഡിസൈനാണ് മിസ്റ്റർ ലോർക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളെ VIP ലോഞ്ചിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണെന്ന് പറയുന്നു. ഇവള് സെലക്ട് ആവാൻ ഒരു സാധ്യതയുമില്ല എന്ന് സെലീന പുറകിൽ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്. മിസ്റ്റർ ലോർക്ക് ആവട്ടെ മേലിലെ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് ടീന പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഷേപ്പൊക്കെ കണ്ടിട്ട് ഹീറോയെ പോലെ തന്നെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് അവൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇവള് വിന്നർ ആവാൻ സാധ്യതയില്ല, മിസ്റ്റർ ലോർക്ക് എനിക്ക് $1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തതാണ്, പിന്നെ എങ്ങനെയാണ് ഇവള് വിന്നർ ആവുന്നതെന്ന് അസിസ്റ്റന്റിനോട് സെലീന ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ ലോർക്ക് ഷാ ഗ്രൂപ്പിനാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോയും ടീനയുമായിട്ടുള്ള മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. മിസ്റ്റർ ലോർക്കിനെ കാണുമ്പോൾ ഹീറോ തന്നെയാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, മിസ് ടീന നിങ്ങളുടെ ഡിസൈൻസ് വളരെ യുണീക്കാണ്, ഇത്രയും മനോഹരമായൊരു ഡിസൈൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നു. ഷാവോ ഗ്രൂപ്പിന്റെ ഏറ്റവും മൂത്ത മകൾ നിങ്ങളാണ്, അതുകൊണ്ട് ആ ഗ്രൂപ്പിനെ നിങ്ങൾ തന്നെ നയിക്കണമെന്ന് ഹീറോ പറയുന്നുണ്ട്. അവള് സൈലന്റ് ആയി തന്നെ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു കൊടുക്കുന്നു. അയാൾ സംസാരിക്കുന്നതും അയാളുടെ വോയിസും ഒക്കെ ഹീറോയെ പോലെ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അവള് നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കുമോ എന്ന് ലോർക്കിന്റെ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ഓർത്തത് മിസ്റ്റർ ലോർക്ക് ഒരിക്കലും ഐഡന്റിറ്റി പുറത്തു വിടാറില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമോ എന്ന് അവൾ പേടിക്കുന്നുണ്ട്. കറക്റ്റായ സമയത്ത് തന്നെ സെലീന വന്ന് വാതിൽ മുട്ടുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്തോട്ടെ എന്ന് ഹീറോയുടെ അടുത്ത് സെലീന ചോദിക്കുന്നുണ്ട്. കറക്റ്റായ സമയത്ത് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളുടെ മൂത്ത സഹോദരി കാരണം നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് ലഭിച്ചിരിക്കുകയാണെന്ന് ഹീറോ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് അവളുടെ സഹോദരി ടീന ഇപ്പോഴാണ് ഒരു സ്വന്തമായിട്ടൊരു കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത്, ഇതിലൊന്നും വലിയ അറിവൊന്നും അവൾക്കില്ല, അതുകൊണ്ട് തന്നെ ഷാവോ ഗ്രൂപ്പും അതുപോലെ തന്നെ ഹോൾ ഗ്രൂപ്പും തമ്മിലുള്ള ബിസിനസ് താൻ ചെയ്തോട്ടെ എന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കോപ്പി അടിച്ച ഡിസൈനുകളാണെന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ സ്വന്തം ഡിസൈനുകൾ തന്നെയാണെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കും, നിനക്ക് നേരെ കോപ്പി അടിച്ച് വരയ്ക്കാൻ പോലും അറിയില്ല എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെന്ന് അവൾ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞ് വാ തുറന്നാൽ അവരുടെ കമ്പനിയിലേക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. അങ്ങനെ അവൻ അവളുടെ വാ അടപ്പിക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ മാസ്ക് മാറ്റുന്നുണ്ട്. ഉടനടി തന്നെ അവൾ തിരിഞ്ഞു വന്ന് നോക്കാനൊരുങ്ങുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റ് ഇടയ്ക്ക് കയറി നിൽക്കുന്നു. അങ്ങനെ അവൾക്ക് അയാളുടെ മുഖം കാണാൻ സാധിക്കുന്നില്ല. ഹീറോ ആവട്ടെ ഇപ്പോൾ തന്നെ പിടിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുഖം കാണാൻ വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളാവട്ടെ തന്റെ പ്രോജക്റ്റും ഡിസൈനും ഒക്കെ അക്സെപ്റ്റ് ചെയ്തതിന് അയാളോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പുറത്തേക്ക് പോകാൻ ഇറങ്ങി ടീനെ തടഞ്ഞു നിർത്തി സെലീന വീണ്ടും വഴക്കിനൊരുങ്ങുന്നുണ്ട്. അതും ഇതും പറഞ്ഞ് അവര് വീണ്ടും വഴക്കാവുന്നുണ്ട്. എന്തായാലും അവരെയൊക്കെ എതിർത്തിട്ട് ഹീറോയിൻ ആവട്ടെ നേരെ ഹീറോയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയം കൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാറിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു.
എന്നെ വിട്ടിട്ട് എവിടേക്കും പോരെന്ന് എന്നോട് പറഞ്ഞേലേ, എന്നിട്ട് ഈ സമയത്ത് നീ എവിടെ പോയിരുന്നു ഞാൻ ചോദിച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കാറിനകത്ത് കയറിയതിനു ശേഷം നിന്റെ പ്രോജക്റ്റിന്റെ ഡിസൈൻ തന്നെ അപ്രൂവ് ആയില്ലേ, കൺഗ്രാജുലേഷൻസ് എന്ന് അവൻ പറയുന്നു. ഈ സമയത്ത് നിനക്കതെങ്ങനെ മനസ്സിലായി എന്ന് അവള് ചോദിക്കുന്നുണ്ട്. നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിലെ കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവള് പറയുന്നുണ്ട് മിസ്റ്റർ ലോർക്ക് കാണാൻ നിന്നെ പോലെ തന്നെയാണ് ഉള്ളത്, അതുമാത്രമല്ല അയാളുടെ ശബ്ദവും നിന്നെ പോലെ തന്നെയാണ്. എന്നെ പോലെയാണോ ഇരിക്കുന്നത്, ഒരാളെ പോലെ 10 പേരുണ്ടെന്നല്ലേ പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞ് അവൻ തടിയൂരാൻ ശ്രമിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളെ പോലെയാണ് അയാളെ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് അവൾ പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിനാവട്ടെ അവളുടെ ഡിസൈനിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയും അവളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് വന്നിട്ട് ഒരു മീറ്റിംഗ് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അയാളുടെ ചെവിയിൽ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ടീനെ എടുത്ത് വന്നിട്ട് ഇതുമാതിരി ഒരു വർക്കുണ്ട്, അതുകൊണ്ട് അതിന് പോകണം, നീ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അവളാവട്ടെ ഞാൻ പൊടിക്കൊച്ചൊന്നും അല്ലല്ലോ, എനിക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഹീറോ ആവട്ടെ ഈ സമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടീനെ ആവട്ടെ ഇതുപോലെ കടയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയെന്ന് ഹീറോയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജെയ്സൺ അവരുടെ വീടിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എൻ്റെ പക്കലില്ലാത്ത എന്താണ് അവൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ച് അവളോട് മോശമായി പെരുമാറാനൊരുങ്ങുന്നു. ഈ സമയത്ത് അവളാവട്ടെ അവൻ്റെ കയ്യിൽ കടിക്കുന്നുണ്ട്, അവന് അവളുടെ മുഖത്ത് അടിക്കുന്നുമുണ്ട്. അതിനുശേഷവും ജെയ്സൺ അവളോട് മോശമായി പെരുമാറാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് വന്നിട്ട് മിസ് ടീനയുടെ ഫോൺ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡിസ്കണക്റ്റ് ആയി പോയി എന്ന് അറിയിക്കുന്നു. ഉടനടി തന്നെ പരിഭ്രാന്തിയിൽ ഹീറോ ആവട്ടെ അവളെ തിരക്കി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ടീനെ കാണിക്കുന്നുണ്ട്. അവൾ അവനെ തള്ളിവിട്ടിട്ട് പറയുന്നുണ്ട്, നിന്നെ പോലൊരുത്തനെ കല്യാണം കഴിക്കാനത് എന്തായാലും നന്നായി, നീ ഒരു മഹാവൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് കൈ കിട്ടുന്നതൊക്കെ എടുത്ത് അവനെ അടിക്കുന്നുണ്ട്. അവനവിടെ ദേഷ്യം വന്ന് അവളെ വെൽറ്റ് വെച്ച് തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവന്റെ മുഖത്ത് നോക്കി നല്ലൊരു പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടീനയെ ബെഡ്റൂമിലാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജെയ്സന്റെ അടുത്തേക്ക് ഹീറോ പോകുന്നുണ്ട്. ഈ കൈ കൊണ്ടല്ലേ നീ അവളെ തൊട്ടേന്ന് ചോദിച്ച് അവന്റെ കൈവിരൽ ഹീറോ ആവട്ടെ കാലുകൊണ്ട് ഞെരിക്കുന്നുണ്ട്. ഇനിയും ഇത് തുടരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ അടിക്കുകയൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കൊല്ലുമെന്ന് ഹീറോ പറയുന്നു. എന്നെ കൊല്ലാനോ, എന്നെ നീ ഒന്ന് കൊന്നു നോക്ക, എന്റെ അച്ഛൻ ആരാണെന്നറിയാമോ, നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ ജെയ്സൺ അവിടെ നിന്ന് അലറി പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ഒന്ന് വിരലും ഞൊടിക്കുന്നു. അവന്റെ ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാറിന് മരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം, ഇപ്പോൾ തന്നെ ഇവനെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് നേരെ ടീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, അവൻ ഇനി ജീവനോടെ കാണില്ല എന്ന് അവളോട് പറയുന്നു. നീ അവനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആവട്ടെ അതിന് തല കുലുക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ടീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ജെയ്സണെയാണ് കാണിക്കുന്നത്. അവന്റെ അച്ഛനും അമ്മയൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കെട്ടിയിട്ട് ഹീറോ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇവിടെ എന്ന് അവൻ ഞെട്ടലോടെ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ അമ്മയാവട്ടെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ ടീനയുടെ പുറകെ പോവരുതെന്ന്, നീ കാരണം ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വന്നിരിക്കുകയെന്ന് അവന്റെ അച്ഛൻ പറയുന്നു. എന്താ ടീന, അവൾ അത്ര വലിയ ആളൊന്നും അല്ല, അവളുടെ ബോഡി ഗാർഡ് വേറെ ഒരു നായയാണെന്നൊക്കെ ജെയ്സൺ പറയുന്നുണ്ട്. നീ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക, അവനാണ് മിസ്റ്റർ ലോർ, അതിന് യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല, അവൻ കള്ളം പറയുകയാണെന്ന് ജെയ്സൺ വാദിക്കുന്നു. ഈ സമയം ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ട്, നിങ്ങൾ ഷാവോ ഗ്രൂപ്പുമായിട്ടല്ലേ വർക്ക് ചെയ്യുന്ന, സെലീനയുടെ എല്ലാ ക്രൈമും നിങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനെങ്കിലും ഭിക്ഷയായി നൽകുമെന്ന് അസിസ്റ്റന്റ് അവരോട് പറയുന്നു. ജെയ്സന്റെ അച്ഛനാവട്ടെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. അതിനുശേഷം സെലീനയും ഞങ്ങളും കൂടി ചേർന്ന് ഫുഡ് പ്രൊഡക്ഷൻ ബിസിനസ്സിലെ കുറേയധികം നേട്ടങ്ങൾ കൊയ്യാനായി കെമിക്കൽസ് ചേർക്കുകയുണ്ടായി. അതിനുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ഒക്കെ അവരുടെ പക്കലുണ്ടെന്ന് സത്യങ്ങൾ തുറന്നു പറയുന്നു. ഈ സത്യങ്ങൾ വെളിയിൽ വന്നതിന് ശേഷം ജെയ്സന്റെ കമ്പനി ഒറ്റ രാത്രിയിൽ കൊണ്ട് തന്നെ തകർന്നു പോകുന്നു. ഈ ന്യൂസ് ഹീറോയിനും അറിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ യാദൃശികമായി നടന്നതല്ലെന്നും എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഹീറോയിൻ അവിടെ തന്റെ ഡിസൈനുകൾ ഹീറോയെ കാണിക്കാനായി ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നല്ലതായിട്ടുണ്ട് ഈ ഡിസൈനുകളല്ല, ഇതിലൊന്നും ഒരു മാറ്റവും വരുത്തണ്ട എന്ന് ഹീറോ അവളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് സെലീനി അവളുടെ അമ്മയും കൂടി ഹീറോയിന്റെ ഡിസൈനുകൾ എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ വലിയൊരു ഫാഷൻ ഡിസൈൻ ഷോ തന്നെ നടക്കാൻ പോവുകയല്ലേ. അവൾ വിജയിക്കുന്നതിനെ കുറിച്ച് അമ്മയ്ക്കും മോൾക്കും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഫാഷൻ ഡിസൈനിങ് ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് അവളുടെ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അടുത്ത ന്യൂസ് ഹെഡ്ലൈൻ ആയിട്ട് വരുന്നത് ഇത് തന്നെ ആയിരിക്കുമെന്ന്. മറ്റുള്ളവർ അവളുടെ കഴിവിനെ ഇങ്ങനെ പ്രശംസിക്കുന്നത് രണ്ടാനമ്മയ്ക്കും മോൾക്കും ഒട്ടും പിടിച്ചിരുന്നില്ല. അവസാനം ഹീറോയിൻ ആവട്ടെ ഒരു സ്പീച്ച് പറയാനായി വേദിയിലേക്ക് വരുന്നു. അവൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഡ്രസ്സ് ലൂസ് ആവുന്നുണ്ട്. ഇത് കണ്ട് ഹീറോ ആവട്ടെ തന്റെ കൂട്ടൂരി അവളെ ധരിപ്പിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ നല്ലൊരു ഐ കോണ്ടാക്ട് തന്നെ അവിടെ വരുന്നു.
ടീനയെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി കൊണ്ടുപോകാനായി ഹീറോ ഈ സമയം അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ ഇതിന് കാരണക്കാരായ ആരെയും വെറുതെ വിടില്ല, ഇപ്പോൾ തന്നെ അവരെ കണ്ടുപിടിക്കുന്നതായിരിക്കുമെന്ന് വേദിയിൽ അറിയിക്കുന്നുണ്ട്. CCTV ചെക്ക് ചെയ്യുന്ന ഹീറോ ആവട്ടെ ഈ സമയത്ത് സെലീനെ അവളുടെ അമ്മയും കൂടിയാണ് ഡ്രസ്സ് നശിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഡ്രസ്സ് നശിപ്പിക്കാൻ അവരുപയോഗിച്ച അതേ കെമിക്കൽ തന്നെയാണ് ഫുഡ് പ്രൊഡക്ഷനിലും അവരുപയോഗിച്ചിരിക്കുന്നതെന്ന തെളിവുകൾ ഹീറോ കണ്ടെത്തുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഡ്രസ്സ് ചെയ്തു വന്ന ടീനയാവട്ടെ ഹീറോയുടെ കോട്ടിൽ നിന്ന് അവൾ കൊടുത്തിരുന്ന ഒരു ക്യാൻഡിയുടെ ബോട്ടിൽ കണ്ടെത്തുന്നു. അങ്ങനെ മിസ്റ്റർ ലോർക്ക് അവളുടെ ഭർത്താവാണെന്ന കാര്യം അവൾ കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം കോട്ട് തിരികെ നൽകാനെന്ന പേരിൽ അവൾ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ താങ്ക്സ് പറഞ്ഞിട്ട് ആ കോട്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. നിന്നോട് ഇങ്ങനെ ചെയ്തവരെ തീർച്ചയായും കണ്ടെത്തുമെന്നും അവളോട് പറയുന്നു. ഈ സമയത്ത് സെലീനയാവട്ടെ വേദിയിലുള്ള ജനങ്ങളോട് എല്ലാവരോടുമായി ടീന ഇപ്പോൾ എങ്ങനെയാണ് മിസ്റ്റർ ലോർക്കിനെ മയക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ, അവള് കല്യാണ ദിവസം തന്നെ ഒരു ബോഡി ഗാർഡിൻ്റെ ഒപ്പം ഒളിച്ചോടി പോയതാണ്. ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ബോഡി ഗാർഡിനെ ഉപേക്ഷിച്ച് ലോറുടെ പുറകെ പോയിരിക്കുകയാണെന്നൊക്കെ വേദിയിലുള്ളവരോട് അസഭ്യം പറയാൻ തുടങ്ങുന്നു. ഇത് കേട്ട് ടീനയാവട്ടെ നേരെ വന്ന് അവളുടെ കരണത്തടിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും തമ്മിൽ അടിയും വഴക്കും ഒക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് മിസ്റ്റർ ലോർക്ക് അങ്ങോട്ട് വന്നിട്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് പറഞ്ഞ് നടന്നതെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡ് പ്രൊഡക്ഷനിൽ അവർ ചെയ്ത ചതിവും പുറത്തു വരുന്നു. ഈ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റായ സമയത്ത് വന്ന് സെലീനെയും അവളുടെ അമ്മയെയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല രീതിക്ക് തന്നെ അവസാനിക്കുന്നു. ഈ സമയത്ത് ഹീറോയിന്റെ പുറവെ ഹീറോ പോകുന്നുണ്ട്. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഷാവോ ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ടീനയാവട്ടെ തിരിഞ്ഞെന്ന് അവനെ ഒന്ന് നോക്കി അതിനുശേഷം അവനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്ത് തന്നെ അവന്റെ മാസ്കും അവൾ അഴിച്ചു മാറ്റുന്നുണ്ട്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് നീ തന്നെയായിരുന്നു എന്ന്. എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്, എന്തിനാണ് എന്നെ ചതിച്ചതെന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോയുടെ വീട്ടിലെത്തി അവളാവട്ടെ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു. വീട്ടിലെത്തിയ ഹീറോയിനാവട്ടെ അവളുടെ രണ്ടാനമ്മയെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം ഇത് എൻ്റെ അമ്മയുടെ വീടാണ്, ഇത് എൻ്റെ അമ്മയുടെ സ്വത്താണ്, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, മേലിൽ എന്റെ വീടിന്റെ വശത്തേക്ക് പോലും നോക്കിപ്പോവരുതെന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് തള്ളിവിടുന്നു. ഹീറോ ആവട്ടെ പല പ്രാവശ്യവും ടീനയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ അതിന് വഴങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യവും അവൻ കാണാൻ വരുമ്പോൾ അവൾ അവനെ ഒഴിവാക്കി. അങ്ങനെ കുറെ നാളുകൾ കടന്നു പോകുന്നു. ഈ സമയം കൊണ്ട് തന്നെ ഹീറോയുടെ എതിരാളികൾ ടീനയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. മിസ്റ്റർ ലോർക്കിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്താ, അവന്റെ വീക്ക്നെസ്സിനെ കൈവച്ചാൽ തീർച്ചയായും താഴേക്ക് ഇറങ്ങി വരുമെന്ന് ആ എതിരാളി അവിടെ നിന്ന് സഹായിയോട് പറയുന്നുണ്ട്. ഈ അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹീറോ തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ ആ അപകടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഹീറോ വീണ്ടും ടീനയുടെ വീട്ടിൽ ചെന്നിട്ട് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടീന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ വെളുപ്പിനെ 3 മണിയായിട്ടും അവൻ അവിടെ നിന്ന് പോയിട്ടില്ല എന്നൊരു ജോലിക്കാരി വന്ന് പറയുമ്പോൾ അവൾക്ക് അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ സാധിച്ചിരുന്നില്ല. ഹീറോ അവളോട് പറയുന്നുണ്ട്, 3 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നീ തന്നെയാണോ ശരിക്കും മിസ്റ്റർ ലോർക്ക് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവൻ പറയുന്നുമുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ നീ എന്നെ സംരക്ഷിച്ചു. ഇനി നമ്മൾ വെറും അപരിചിതർ മാത്രമാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ഹീറോ അവളുടെ കൈ പിടിച്ചിട്ട് സോറി പറയുന്നുണ്ട്. എൻ്റെ ട്രൂ ഐഡന്റിറ്റി മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ദേഷ്യം ന്യായമുള്ളതാണ്. ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല, ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കൊണ്ട് തന്നെ ഹീറോയിന്റെ രണ്ടാനമ്മയും അതുപോലെ ഹീറോയുടെ എതിരാളിയും കൂടി ചേർന്ന് ഹീറോ വിദേശത്തേക്ക് പോയി എന്ന് കരുതി ഹീറോയിനെ തട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുന്നു. നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ നിന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അയാൾ ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ടീനയാവട്ടെ അയാളുടെ മുഖത്ത് കാറി തുപ്പുന്നു. എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചാൽ അവൾ അയാളുടെ കഴുത്ത് ഞെരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിന്റെ ശരീരത്തിൽ കൈ കാണില്ല എന്ന് അവൾ വാശിയോടെ പറയുന്നു. നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് ആരും വരില്ല എന്നും മിസ്റ്റർ ലോർക്ക് ഇതോടൊപ്പം തന്നെ വിദേശത്തേക്ക് പോയി എന്നും പറയുന്നു. രണ്ടാനമ്മയാവട്ടെ അവരുടെ മകള് ജയിലിൽ കിടക്കുന്നതിന് കാരണം ടീനയാണെന്ന് പറയും. അതുമാത്രമല്ല അവരുടെ കൈകൊണ്ടാണ് അവളുടെ മരണമെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവളെ ഭയങ്കരമായി അടിക്കുന്നുണ്ട്. ടീനയെ കിഡ്നാപ്പ് ചെയ്ത വിവരം ഇതിനോടൊപ്പം തന്നെ ഹീറോ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അവളെ കണ്ടുപിടിക്കാനായി ഹീറോ പോകുന്നുണ്ട്. ടീനയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഹീറോ കറക്റ്റായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹീറോയുടെ ആളുകളെ കൊണ്ട് മറ്റുള്ളവരെയും ഫ്രീസ് ചെയ്യിക്കുന്നു. അതിനുശേഷം എതിരാളിയുടെ അടുത്ത് ഹീറോ ചോദിക്കുന്നുണ്ട്, നിന്റെ ഒരു കൈ വെട്ടിയത് പോരെ നിനക്ക്, ഇപ്രാവശ്യം നിന്റെ 2 കാലും അതുപോലെ തന്നെ നിന്റെ ജീവനും എടുത്തേക്കാമെന്ന് പറയുന്നു.
രണ്ടാനാമയാവട്ടെ ഈ സമയം കയ്യിൽ കിട്ടിയ ഒരു തോക്കെടുത്തിട്ട് എന്തായാലും ഞാൻ ചാവാൻ പോവുകയാണ്, നിന്നെയും കൊന്നിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അത് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഹീറോയ്ക്കാണ് വെടിയേൽക്കുന്നത്. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാണ് ഹീറോയുടെ ബോധം മറയുന്നത്. ഇത് കണ്ട് അസിസ്റ്റന്റ് ആവട്ടെ രണ്ടാനമ്മയെ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ടീന കണ്ണു തുറന്നിട്ട് ഹീറോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അവരാവട്ടെ ഹീറോയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് അവളാവട്ടെ നേരിട്ട് തന്നെ ഹീറോയുടെ മുറിയിലേക്ക് പോകുന്നു. ഈ സമയം ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ട് മിസ് ടീന, നിങ്ങൾ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല, നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ഞാൻ ബോസിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു. അസിസ്റ്റന്റിനോട് അവൾ ചോദിക്കുന്നുണ്ട്, എത്ര നാൾ മുതലാണ് നിനക്ക് നിന്റെ ബോസിനെ നല്ല പരിചയമുള്ളതെന്ന്. എൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഞാൻ ബോസുമായി പരിചയത്തിലാവുന്നതെന്ന്. അപ്പോൾ എപ്പോൾ മുതലാണ് അയാൾ കള്ളം പറയാൻ തുടങ്ങിയതെന്ന് ടീന അവനോട് ചോദിക്കുന്നുണ്ട്. ബോസ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, അയാളുടെ ലൈഫ് തന്നെ നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയും കാലം തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് നിങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് നീ നിന്റെ ബോസും എന്നോട് കള്ളം പറഞ്ഞു എന്ന് ചോദിച്ച് അവള് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സത്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണാൽ തന്നെ മനസ്സിലായി കാണുമല്ലോ. ബോസ് കാരണം നിങ്ങൾക്കൊരു ആപത്തും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് തന്റെ ഐഡന്റിറ്റിയൊക്കെ മറച്ചു വെച്ചതെന്ന് അസിസ്റ്റന്റ് പറയുന്നു. അഥവാ ബോസിന്റെ എതിരാളികള് അവളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവളെ കൊല്ലുമെന്ന് ഹീറോ ഭയപ്പെട്ടിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ ടീനയാവട്ടെ പെട്ടെന്ന് തന്നെ കരയാൻ തുടങ്ങുന്നു. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അവന്റെ കൈകൾ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണരാനും അവൾ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഹീറോ എപ്പോഴും തൻ്റെ പക്കൽ സൂക്ഷിച്ചിരുന്ന ഒരു തുണി ഉണ്ടായിരുന്നു, അത് എടുക്കാനായിട്ട് പോയതാണ്. അത് ചിലപ്പോൾ അവൻ്റെ പക്കൽ വെച്ചിരുന്നാൽ അവൻ്റെ ഈ അവസ്ഥ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ആ തുണി ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഹീറോയെ ആദ്യം കണ്ട സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവന് മുറിവ് പറ്റിയപ്പോൾ തൻ്റെ മുടിയിൽ കെട്ടിയിരുന്ന റിബൺ ഊരി അവൾ കെട്ടിവെച്ചു കൊടുത്തായിരുന്നല്ലോ. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അപ്പം മുതൽ അവൻ തന്നോട് പ്രണയത്തിലായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ എഴുന്നേൽക്ക്. അന്ന് നീ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയ ദിവസം എത്രത്തോളം കരഞ്ഞു എന്ന് നിനക്കറിയാമോ? ഈ റിബൺ കാരണമാണോ നീ എഴുന്നേൽക്കാൻ പോന്നേ? ഇതുപോലെ 1000 എണ്ണം നിനക്ക് വാങ്ങിത്തരാ, എണീക്ക് എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ എഴുന്നേറ്റിരുന്നിട്ട്, ഇത് ഒരെണ്ണം മാത്രം മതി, എനിക്ക് അത് മാത്രമല്ല നീ തന്നെ ആ ക്യാൻഡിയും വേണമെന്ന് പറയുന്നു. അങ്ങനെ അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഫൈനലി ഹാപ്പി എൻഡിങ്. അവര് കല്യാണമൊക്കെ കഴിച്ച് ചെറിയ റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണും വരെ ബൈ ബൈ.